നമസ്കാരം. മലപ്പുറം തിരുനാവായ ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന മാഘമക മഹോത്സവം, അതായത് കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം ഈ വർഷം ഫെബ്രുവരി 8 മുതൽ 13 വരെയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ 2 ദിവസം ശ്രീചക്ര രഥയാത്രയാണ്. എന്താണ് ശ്രീചക്ര രഥയാത്ര? പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമുള്ള പൈതൃക ഗ്രാമങ്ങളിലൂടെ ഭാരതപ്പുഴയെ പൂജിച്ചുകൊണ്ട് ശബരിമല മുൻ മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ അരീക്കരമന സുധീർ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി 8-9 തീയതികളിൽ പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ സമാപിക്കും. ശ്രീചക്ര രഥയാത്ര സമാപിക്കുന്നതോടുകൂടി ഈ വർഷത്തെ മഹോത്സവത്തിന് കൊടിയേറും. ശ്രീചക്ര രഥയാത്രയുടെ ചെറിയൊരു ഭാഗമാവാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചു. പാലക്കാടുള്ള വിവിധ ക്ഷേത്രങ്ങളിലെത്തി അവിടുത്തെ ക്ഷേത്രവാസികളോടൊപ്പം പങ്കുചേർന്ന് ശബരിമല മുൻ മേൽശാന്തിമാരെ സ്വീകരിക്കാനും ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും സാധിച്ചു. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടന്ന സ്വീകരണവും നിള ആരതിയും മറ്റും കഴിഞ്ഞ് ഭക്തർക്ക് അനുഗ്രഹവും നൽകി അടുത്ത പുണ്യക്ഷേത്രമായ വടക്കന്തറ ഭഗവതി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെയും സ്വീകരണവും മറ്റും കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും പ്രസാദവും നൽകി ശ്രീചക്ര രഥയാത്ര വീണ്ടും അടുത്ത ക്ഷേത്രമായ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഉച്ചയായി. രഥവും മേൽശാന്തിമാരും എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരെത്തുന്നതിന് മുന്നേ അവർക്കായുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു. മേൽശാന്തിമാരെ സ്വീകരിക്കാനായി സ്വാമി ശ്യാം ചൈതന്യയും മറ്റ് സംഘാടകരും ഉണ്ടായിരുന്നു. പൊന്നാട അണിയിച്ച് അവർ മേൽശാന്തിമാരെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന നിള ആരതിയിൽ എല്ലാ ഭക്തജനങ്ങളും മേൽശാന്തിമാരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ മഹോത്സവത്തിൻ്റെ സംഘാടകരും പങ്കുകൊണ്ടു. തീരത്ത് ഒരുപാട് സമയം ചിലവഴിച്ച ശേഷം ക്ഷേത്രത്തിലെ തന്നെ ഗോശാലയിലെ പശുക്കൾക്ക് പഴം നൽകാൻ ചെന്നു. പഴം നൽകി തുടങ്ങിയതോടെ അകത്തു നിന്നും പശുക്കിടാങ്ങൾ ഓരോരുത്തരും പുറത്തു വന്ന് നമ്മുടെ കൂടെ വളരെ സ്നേഹത്തോടെ ഒരുപാട് സമയം ചിലവഴിച്ചു. അവറ്റകളിൽ നിന്നും ലഭിച്ച സ്വീകരണം എന്ന പോലെ നമ്മൾ ഏവരുടെയും മനസ്സ് ഒരുപാട് ധന്യമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആത്മബന്ധമുണ്ടായി എന്ന് വേണം പറയാൻ. ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി ഒരുപാട് നേരം അവയോടൊപ്പം കളിച്ചും വർത്തമാനം പറഞ്ഞും സമയം കളഞ്ഞു. മേൽശാന്തിമാരെ കാണാനും അനുഗ്രഹം നേടാനും ഇതുപോലെ അടുത്തിടപഴകാനും സാധിച്ചത് ഭാഗ്യമായും സുഹൃതമായും കരുതാനേ കഴിയുന്നുള്ളൂ. തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ ദിവസവും കടന്നുപോയത്. പരമപവിത്രമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച മേൽശാന്തിമാരുടെ നമ്മളോടുള്ള പെരുമാറ്റം വളരെ വിനയത്തോടെയും വാത്സല്യത്തോടെയുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. ശബരിമല അയ്യപ്പൻ നൽകുന്ന സന്ദേശവും അതുതന്നെയാണല്ലോ, തത്വമസി. ക്ഷേത്രത്തിലെ തന്നെ അന്നശ്രീ ഭക്ഷണശാലയിൽ ഏവർക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നു. സംഘാടകരും ഭക്തജനങ്ങളും കഴിച്ച ശേഷം മേൽശാന്തിമാരും നിളയുടെ സൗന്ദര്യവും തണുത്ത കാറ്റുമേറ്റ് ഉച്ചഭക്ഷണം ആസ്വദിച്ചു.
മുൻ മേൽശാന്തിമാർ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിക്കൊണ്ട് തത്വമസി എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാതെ പറഞ്ഞു തന്നു എന്ന് വേണം കരുതാൻ. ശബരിനാഥ ആത്മീയ സംഘത്തിൻ്റെ ഭാഗമാകാനും പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ കാണുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സ്വാമി ശരണമയ്യപ്പ.